ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. സഭയിൽ വിഷം ചീറ്റിയ ഇസബേൽ. നമ്മൾ ഇസബേൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ആഹാബിന്റെ ഭാര്യയായ ഇസബേലിനെ കുറിച്ചാണ്. ഇസബേലിനെ നമ്മൾ മറക്കില്ല. എന്ത് നീചപ്രവൃത്തികളും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത, മനസ്സലിവില്ലാത്ത, നീതിയില്ലാത്ത, നീതിബോധമില്ലാത്ത, എല്ലാ തിന്മകളുടെയും ഒരു മൂർത്ത ഭാവമായിരുന്നു ഇസബേൽ. ലോകം ധാരാളം ഉന്നതരും തന്റേടികളുമായ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു ആഹാബിന്റെ ഭാര്യയായ ഇസബേൽ. ആ ഇസബേൽ അല്ല ഇവിടെ പറയുന്ന ഇസബേൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇസബേലിനെ കുറിച്ച് ചിലരുടെ അഭിപ്രായം തുയഥൈര്യ സഭയുടെ മൂപ്പന്റെ, സഭയുടെ അധ്യക്ഷന്റെ ഭാര്യയായിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം തുയഥൈര്യ സഭയുടെ മൂപ്പന്റെ ഭാര്യയ്ക്ക് സഭയിലുള്ള സ്വാധീനം ചെറുതല്ലല്ലോ. ആരും ഓടി വന്ന് തടയില്ല. സ്വന്തം ഭർത്താവിന് തടയാൻ പറ്റാത്തവളെ ആർക്ക് തടയാൻ പറ്റും? അവൾ ഉപദേശിച്ചത്, ഇസബേലിന്റെ ഉപദേശം ഇതായിരുന്നു: ജഡികോല്ലാസങ്ങൾ അറിയാത്തവൻ വിശുദ്ധനല്ല എന്നായിരുന്നു. എല്ലാം അനുഭവിക്കുക, എല്ലാം ആസ്വദിക്കുക, അവനാണ് വിശുദ്ധൻ എന്ന് ഒരു നൂതനമായ തൻ്റെ കാഴ്ചപ്പാട്. ജഡീക ഉല്ലാസങ്ങൾ വിശുദ്ധ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് എന്ന ദുരുപദേശം ഈ ഇസബേൽ പഠിപ്പിച്ചു. മറ്റൊന്ന്, വിഗ്രഹാരാധന, അന്യാരാധന. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം, ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്നു. അതൊരു പക്ഷേ ഈ തുയഥൈര്യ സഭയുടെ വേണ്ടപ്പെട്ട ആളുടെ ഭാര്യയായതുകൊണ്ടായിരിക്കണം. എന്തു ചെയ്യാനാ, ഒഴിവാക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അവളുടെ ഉപദേശം അണലി വിഷം പോലെ സഭയുടെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഒഴുകിയെത്താൻ തുടങ്ങി. വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാൻ അവൾ നിർബന്ധിച്ചു. ദുർനടപ്പ് ആചരിപ്പാൻ അവൾ നിർബന്ധിച്ചു. അവളുടെ കയ്യിൽ അതിനെല്ലാം ഉണ്ടായിരുന്ന പൊടിക്കൈ എന്ന് പറയുന്നത് പ്രവചനമാണ്. അവൾ സ്വയം പ്രവാചകി എന്നറിയപ്പെട്ടിരുന്നു. തുയഥൈര്യ സഭയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം ഇവിടെ കർത്താവ് എടുത്തു പറയുന്നത്, പ്രവാചകിയുടെ പിറകെ ഒരു കൂട്ടർ പോയി അവളെ ആ സഭയുടെ മൂപ്പൻ വിലക്കിയില്ല എന്നത് ദൈവം ആ സഭയുടെ ഒരു കുറവായി കാണുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളും ഇതുപോലെ തന്നെ നമ്മുടെ ഭാവി കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പൊ തന്നെ കൂടും കുടുക്ക എടുത്തുകൊണ്ട് അവളുടെ പിറകെ ഇറങ്ങും. ഞാൻ ചെയ്ത കാര്യം, ചെയ്യാനിരിക്കുന്ന കാര്യം, ആരോടും പറയാത്ത രഹസ്യങ്ങൾ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞ്, പോസിറ്റീവ് എനർജി അല്ല, എല്ലാം ദോഷങ്ങൾ പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ പറയാനിച്ഛിച്ചതും എല്ലാം ഒത്തുവന്നതുപോലെ
കണക്കാക്കി പിന്നെ അവളുടെ പിറകെയായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിറകെയായി. എത്രയോ ഉദാഹരണങ്ങൾ, എത്രയോ പേർക്ക് ആ ചതി മനസ്സിലായിട്ടുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള പറ്റിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒന്ന് ഇറങ്ങിപ്പോയി കുമ്മി വേർത്ത് കയറി വന്നവർ പലരും ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പ്രവാചകന്റെ വാക്ക് കേട്ടും പ്രവാചകയുടെ വാക്ക് കേട്ടും കഴുത്തിൽ കിടന്ന് ഊരിക്കൊടുത്തവർ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. വീടിന്റെ പരിസരത്ത് ഒരു സാധനം കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമായി. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് രോഗങ്ങൾ മാറാത്തത്. തൃപ്തിയായി. അതും സഹോദരൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ 100% ഓക്കെയായി. അന്ന് മുതൽ സഹോദരനും നമ്മളും തമ്മിൽ തെറ്റി. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ സാധനം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല. സന്തോഷമായി. ശരിയായിരുന്നു, ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എത്ര കാലമായി ഞങ്ങൾ ഇതുപോലെ പണിയെടുക്കുന്നു, എന്ത് കിട്ടിയാലും ഇല്ല. ഇപ്പൊ അങ്ങേര് പറഞ്ഞത് ഒത്തു. വേറെ കള്ളപ്രവാചകനൊന്നും അല്ല വന്ന് പറഞ്ഞത് പാസ്റ്ററാണ്, അല്ലെങ്കിൽ പാസ്റ്ററിന്റെ കൊച്ചമ്മയാണ്, അല്ലെങ്കിൽ നാട്ടിലെല്ലാം അറിയപ്പെടുന്ന പ്രവാചകയാണ്. എന്റെ പൊന്നു കൂടപ്പിറപ്പുകളെ, ഇത്രയെല്ലാം വചനങ്ങൾ 1 മാസം കാലിന്റെ ചോട്ടിൽ നിന്ന് കർത്താവിന്റെ കാൽപാദത്തിൽ നിന്ന് വചനം പഠിച്ചേച്ച് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഈ എന്തെങ്കിലും ഊടായ്പ കേൾക്കുമ്പോ അതിന്റെ പിറകെ കൂടും കുറുക്കെ എടുത്തുകൊണ്ട് ഓടരുത്. വചനം എന്തിനാണ് നമ്മൾ പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആരോടും സംസാരിക്കുന്ന കർത്താവ് നമ്മളോടും സംസാരിക്കും. നമ്മളോട് എന്ത് കർത്താവ് പറഞ്ഞാലും വിത്ത് പ്രൂഫ്, തെളിവോടുകൂടി അവൻ സംസാരിക്കുള്ളൂ. എന്താണ് അതിന്റെ തെളിവ്? കർത്താവ് പറയുന്നത് ഒന്നും കർത്താവിന്റെ വചനത്തിന് പുറത്തായിരിക്കില്ല. കർത്താവ് പറയുന്നതെല്ലാം കർത്താവിന്റെ വചനത്തിനകത്തായിരിക്കും. ഇത് ഗ്രഹിച്ചിട്ട് വേണം എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും വാളും പടിയെടുത്തുകൊണ്ട് ഇറങ്ങാൻ. എത്ര വചനം കേട്ടാലും ഈ കാര്യത്തിലൊന്നും പിടിച്ചു നിർത്താൻ എനിക്കറിയാം. പിടിച്ചു നിർത്താൻ ചിലരെ എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തെല്ലാം കേട്ടാലും ചിലരെ നമുക്ക് കയറിട്ട് കെട്ടിയാൽ നിൽക്കൂല. അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര മസാല പോലെയാണ്. എന്തു ചെയ്യാനാ? എവിടെയെങ്കിലും പോയി ചെന്ന് കയറി തൊലഞ്ഞ് തിരിച്ചു വരും എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ മനസ്സിലായിക്കോളൂ. കുറെ കാശും പോയി, കുറെ മാനം പോയി, കുറെ കാശും പോയി, കുറെ മാനം പോയി കഴിയുമ്പോ വേണ്ടായിരുന്നു. അത് അങ്ങേര് വന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ എന്നെ പോലുള്ളവരാണ് പലരും ഇതിങ്ങനെ ഈ പ്രവചനം കൊണ്ട് നടക്കുന്ന പലരും. പ്രവചിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. 2 പ്രവചനം ഒത്താൽ അവന്റെ പോക്കറ്റിൽ കാശ് എപ്പ വീണു എന്ന് ഓർത്താൽ മതി. ഈ കാശിന് കണക്കില്ലല്ലോ. ഇത് ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല, ആരോടും കണക്ക് പറയേണ്ടില്ല, ഭാര്യയോടോ മക്കളോടോ പറയേണ്ടിയില്ല. പിന്നെ ധാരാളം ട്രസ്റ്റുകളുണ്ട്. ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും പേരിലായിട്ട് ഈ ധാരാളം ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. സംഘടനയുടെ പേരും പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം കൊടുക്കും. അവസാനം പണി പറ്റി കഴിയുമ്പോൾ പ്രാർത്ഥിക്കണോട്ടോ സാറേ എന്ന് പറഞ്ഞ് വിളിക്കും. ഇതൊക്കെ ഒരു സാധാരണ മാറ്ററാണ്. ദൈവമക്കളെ, വചനം പഠിച്ച് നമ്മളെ തിരുത്തി ഇസബേലുമാരുടെ പിറകെ പോകരുത്. ഇസബേലുകൾ ഉണ്ട് സഭയിൽ നിന്ന്, മനസ്സിലായില്ലേ? ഈ കർത്താവിന്റെ ഉള്ളം കയ്യിലിരിക്കുന്ന സഭയാണ് തുയധൈര്യ സഭ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 രാജമുടി കയ്യിലുള്ളവൻ, 7 നിലവിളക്കുകളുടെ നടുവിൽ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് സഭയെ കാണിക്കുന്നതാണ്. കർത്താവിന്റെ കയ്യിലിരിക്കുന്ന സഭയ്ക്കകത്താണ് ഇസബേൽ എന്ന കള്ളപ്രവാചകിയും അതിന്റെ പിറകെ കുറെ ജനങ്ങളും ജീവിച്ചത്. ഒരു ദിവസം സഹികെട്ട് ദൈവത്തിന്റെ ദൂതൻ ആ സഭയെ വിളിച്ചിട്ട് സഭയ്ക്കുള്ള സന്ദേശം കൊടുത്തു. നിങ്ങൾ ധാരാളം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സഹിഷ്ണുത എല്ലാം എനിക്കറിയാം, നിങ്ങളുടെ കഠിന പ്രയത്നവും എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദോഷമുണ്ട്. ഇങ്ങനെയുള്ള കള്ളപ്രവാചകിമാരെ നിങ്ങളുടെ വീട്ടിൽ കസേര കൊടുത്ത് കയറ്റിയിരുത്തി ചായയും കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് വിടുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അത് തെറ്റാണ്. അത് ചെയ്യരുത്. അത് സഭയ്ക്ക് കളങ്കമാണ് എന്ന് ഈ 20ാമത്തെ വാക്യത്തിൽ എന്റെ ദാസന്മാരെ അവൾ ഉപദേശിക്കുന്നു. ഇതാണ് സഭയുടെ ദൂതൻ പറഞ്ഞത്.
പ്രിയ ദൈവമക്കളെ, നമ്മൾ ഉപദേശത്തിന്റെ കാറ്റുകളാൽ മരുഭൂമിയിൽ അലഞ്ഞുഴലുന്ന പെണ്ണൊട്ടകം പോലെ ഉപദേശത്തിന്റെ കാറ്റിനാൽ നമ്മൾ ആടി ഉലയരുത്. നമ്മൾ വചനം പഠിച്ച് വചനത്തിൽ സ്റ്റേബിൾ ആകണം. നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ ക്ലിയർ ആകണം. ഇനിയെങ്കിലും ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഏത് കാലത്ത് ക്ലിയർ ആക്കാനാപ്പാ? കാരണം നമ്മളൊക്കെ ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം പിന്നിട്ടവരെ മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളവരിൽ ഞാൻ കാണുന്നുള്ളൂ. ഒരു നല്ല യൗവനയുക്തമായ ആരോഗ്യദൃഢമായ ആ കാലഘട്ടം ഓർമ്മകളായി മാറിയവരാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും പലരും. നമ്മൾ പലരും അങ്ങനെയാണ്. അതുകൊണ്ട് ശേഷിക്കുന്ന കാലമെങ്കിലും ഇങ്ങനെയുള്ള ഉപദേശത്തിന്റെ വൈകൃതങ്ങൾക്കകത്ത് പെട്ടുപോകാതെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷയിൽ, യേശുക്രിസ്തുവിനുള്ള വിശുദ്ധ ജീവിതത്തിൽ പാദമൂന്നി നിൽക്കുക. ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി വട്ടം കറങ്ങി നടക്കണ്ട. എന്റെ ഭാവി എന്റെ കർത്താവിന്റെ കയ്യിൽ സേഫാണ്. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. എന്റെ ഭാവി എന്റെ കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. അതിനെക്കുറിച്ച് ആരും വ്യാകുലപ്പെടണ്ട, അതിനെക്കുറിച്ച് ആരും ടെൻഷൻ പിടിക്കണ്ട. എന്റെ ജീവിതം എന്റെ കർത്താവിന്റെ കയ്യിൽ സേഫാണ്. എനിക്ക് ഒരു ദോഷവും വരാതെ നോക്കുന്ന ഒരു അപ്പൻ എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. എന്താ ഈ വിശ്വാസം വരില്ലാത്തത്? എന്റെ ഭവനത്തിന് ഒരു ബാധയും അടുക്കാതെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അപ്പൻ ജീവിക്കുന്നു വിശ്വസിക്കാതെ ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതിന്റെ പുറകെ പോവും. എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന രാജാതി രാജാവ്, കർത്താതി കർത്താവ്, എനിക്ക് ഒരു ദോഷവും വരാതെ, എന്ത് ദോഷങ്ങൾ വന്നാലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ തലതിരിച്ചു വെക്കാൻ ശക്തനായ ഒരു അപ്പൻ എനിക്കുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നെങ്കിൽ ആ സ്റ്റാൻഡിൽ കാലുകൾ ഉറപ്പിച്ച് നിർത്തണം. ആര് പറഞ്ഞാലും പറയണം, നീ പോയി പണി നോക്ക്, എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ആരെന്നാ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാലും, ഏത് ബാധ വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു ബാധയും എനിക്ക് ഏക്കാതെ നോക്കുന്ന, എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരപ്പൻ എൻ്റെ ഉള്ളിലുണ്ട്. ഭിത്തിപ്പുറത്തല്ല, ഏതെങ്കിലും പള്ളിയിലല്ല, ഏതെങ്കിലും അമ്പലത്തിലല്ല, എൻ്റെ ഹൃദയത്തിൽ അവൻ ജീവിക്കുന്നു. ആ പ്രാഗൽഭ്യമാണ് നമ്മളുടെ സ്ഥിരത നമ്മിൽ ഉളവാക്കുന്നത്. കർത്താവേ, നീ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച് എല്ലാ പ്രിയ മക്കൾക്കും വേണ്ടി നീ അവരെല്ലാം അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് മഹത്വം എടുക്കണം. ഞങ്ങളിപ്പോൾ പിരിയട്ടെ. പിരിയാത്തവനായി നീ കൂടെയിരിക്കുന്ന ദൈവമാകയാൽ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.